സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രണ്ട് കാര്യങ്ങളാണ് പെട്ടെന്ന് ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ചത്. ഒന്ന്, ട്രംപും നെതന്യാഹുവും ചേർന്ന് ഗാസ സമാധാന പദ്ധതി പ്രഖ്യാപിച്ചു. രണ്ട്, നെതന്യാഹു ഖത്തറിനോട് നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ എന്തെല്ലാം സംഭവ വികാസങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ഗാസയെ പിടിച്ചടക്കും എന്ന് പറഞ്ഞ നെതന്യാഹുവിന്റെ മനംമാറ്റത്തിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി ട്രംപ് ആസൂത്രണം ചെയ്തതിന് പിന്നിലും അമേരിക്കൻ ലോകാധിപത്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിരവധി കാരണങ്ങളുണ്ട്. അത് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. പലസ്തീൻകാരില്ലാത്ത ഗാസ സമാധാന പദ്ധതി, അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് വായിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത്. അതായത് ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണ് ഈ പദ്ധതിയിലെ ഗുണപരമായ ഫലം. അങ്ങനെ എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഹമാസിന് സ്ഥാനമില്ലാത്ത പദ്ധതി, പക്ഷെ അപ്പോഴും ഹമാസ് സമ്മതിച്ചില്ല എങ്കിൽ നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതി, അതൊരു കോംപ്ലിക്കേറ്റഡ് സാഹചര്യമാണ്. പിന്നെ ഇസ്രയേലിന് പൂർണ്ണമായും അനുകൂലമായ പദ്ധതിയാണെന്നും നമുക്ക് വിലയിരുത്താം. എന്തായാലും UN വേദിയിൽ ഉയർന്നു വന്ന പലസ്തീൻ അനുകൂല ശബ്ദങ്ങളും ഇസ്രയേലിന്റെ ഒറ്റപ്പെടലും നെതന്യാഹുവിന് കിട്ടിയ കൂകിവിളിയും എല്ലാം ഈ സമാധാന കരാറിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം ഇറാൻ, തുർക്കി, ഈജിപ്ത് നീക്കങ്ങളെക്കുറിച്ചുള്ള പേടിയും അറബ് ഇസ്ലാമിക് ഒരുമയും എല്ലാം പെട്ടെന്നുള്ള ഈ ഗാസ സമാധാന പദ്ധതിക്ക് പിന്നിലുണ്ട്. ആത്യന്തികമായി ഇസ്രയേൽ ഇപ്പോൾ പെട്ടിരിക്കുന്ന വലിയ കുരുക്കിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ട്രംപിന്റെ രക്ഷാപദ്ധതിയാണ് ഇത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അല്ലെങ്കിൽ ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്കതിനെ വിലയിരുത്താം. അത് പറഞ്ഞ് ലോകരാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്കതിനെ കാണാം. അങ്ങനെയൊക്കെ ഈ പദ്ധതിയെ നോക്കിക്കാണാം. അപ്പോഴും ട്രംപ് പറയുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നിലപാടിനെ അവിവേകം എന്നാണ്. അതായത് ഒരു സൈഡിൽ ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലസ്തീൻ രാഷ്ട്രത്തെ, സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നിലപാടിനെ അവിവേകം എന്നുള്ള നിലയിൽ ട്രംപ് തള്ളിപ്പറയുകയും ചെയ്തു. 20 നിർദ്ദേശങ്ങളുള്ള പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യവും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുക, ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുക, ഗാസയിൽ പുതിയ ഭരണം സ്ഥാപിക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ സഹായിക്കും. ഒപ്പം ഹമാസിനെ നേരിടാനും ഈ രാജ്യങ്ങൾ സഹായിക്കും. ബോർഡ് ഓഫ് പീസ് എന്ന സംവിധാനമായിരിക്കും വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഭരണം നടത്തുക. അത് ട്രംപിന്റെ നേതൃത്വത്തിലായിരിക്കും. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആ സമിതിയിൽ നിർണായക സ്ഥാനം വഹിക്കും. അന്താരാഷ്ട്ര സേന ഗാസയുടെ സുരക്ഷ ഉറപ്പാക്കും. ഇതിനായി ഈജിപ്തും ഇസ്രയേലും സഹായിക്കും. പലസ്തീൻ ഭരണവും ബോർഡ് ഓഫ് പീസ് തീരുമാനിക്കും. അതായത് ഗാസയ്ക്കപ്പുറം പലസ്തീന്റെ ഭരണവും ബോർഡ് ഓഫ് പീസ് തീരുമാനിക്കും. പലസ്തീൻ അതോറിറ്റിയെ ഒഴിവാക്കി, അതായത് വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീൻ അതോറിറ്റിയെ ഒഴിവാക്കി പലസ്തീൻകാരും അന്താരാഷ്ട്ര വിദഗ്ധരും അടങ്ങുന്ന നേതൃത്വം ഇനി പലസ്തീൻ അതോറിറ്റി ഇപ്പോൾ ഭരിക്കുന്ന പ്രദേശം ഭരിക്കും. പലസ്തീനികൾ തങ്ങളുടെ ഭാവി ഉത്തരവാദിത്തത്തോടെ തിരഞ്ഞെടുക്കണം എന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. ട്രംപ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നെതന്യാഹു ഒരു വിയോജിപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യ വെടി നെതന്യാഹു ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. അത് പലസ്തീൻകാരെ വെസ്റ്റ് ബാങ്ക് ഭരണത്തിൽ പങ്കാളിയാക്കുന്നതിലുള്ള വിയോജിപ്പാണ്. ഗാസയിലെ ജനങ്ങളും പദ്ധതിയിൽ സംശയം ഉന്നയിക്കുന്നുണ്ട്. യുദ്ധം നിർത്തുമെങ്കിലും പലസ്തീൻകാർക്ക് സ്വയം ഭരണം നിഷേധിക്കുന്നത് അവരുടെ ആശങ്കയാണ്. ഇറാനും പലസ്തീൻ സ്വയംഭരണ അവകാശത്തെക്കുറിച്ചാണ് എപ്പോഴും വാദിച്ചിട്ടുള്ളത്. അതേസമയം മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയോട് അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. ട്രംപിന്റെ പദ്ധതി നിർദ്ദേശത്തിൽ ഏറ്റവും സങ്കീർണമായ കാര്യം ഹമാസുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഹമാസിനെ ഗാസയുടെ ഭരണത്തിൽ അടുപ്പിക്കില്ല. അതേസമയം ഹമാസ് സമ്മതിച്ചില്ല എങ്കിൽ പദ്ധതി നടപ്പാവുകയുമില്ല. ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രയേൽ അതിന്റെ ജോലി പൂർത്തിയാക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. അങ്ങനെ വന്നാൽ അമേരിക്ക അതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ട്രംപ് പറയുന്നു. അതായത് വെടിനിർത്തൽ പദ്ധതിക്ക് പ്രായോഗികത ഇല്ലാതാകുന്നത് ഈ ഹമാസുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിലാണ്. അതായത് ഹമാസ് തങ്ങളില്ലാത്ത പദ്ധതിയെ അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഹമാസ് നിഷേധിച്ചാൽ, അതായത് ഈ പദ്ധതിയുമായി സഹകരിക്കാൻ ഹമാസ് തയ്യാറായില്ല എങ്കിൽ ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ തുടരും എന്നുള്ള കാര്യമാണ് ട്രംപും നെതന്യാഹുവും അർത്ഥശങ്കയ്ക്ക് ഇടയൊന്നുമില്ലാതെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതാണ് ഈ പദ്ധതിയിലെ കുരുക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും UN സമ്മേളനം വിളിച്ച സാഹചര്യത്തിൽ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് ട്രംപ് അനൗദ്യോഗികമായുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഖത്തറിൽ ചേർന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയും
അതിനെ തുടർന്നുണ്ടായ പ്രഖ്യാപനവുമാണ്. രണ്ടാമത്തെ കാരണം ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കാനഡയുടെയും പലസ്തീൻ അനുകൂല നിലപാടാണ്. മൂന്നാമത്തെ കാരണം തുർക്കിയുടെ പിന്തുണയോടെ ഈജിപ്റ്റ് ഗാസ മേഖലയിൽ നടത്തിയ സൈനിക വിന്യാസമാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് കാരണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം വിവിധ തലങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. അത് അമേരിക്കയും ഇസ്രയേലും വിചാരിക്കുന്ന രീതിയിലേക്ക് മാറിയില്ല, പകരം അത് അതിനപ്പുറത്തേക്ക് പോയി. ഒപ്പം അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇറാന് സ്വാധീനം വർദ്ധിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇതോടെ ട്രംപും നെതന്യാഹു തിരിച്ചറിഞ്ഞു. കൂടാതെ പ്രതിരോധ സഹകരണം അടക്കമുള്ള നീക്കങ്ങളിലേക്ക് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ നീങ്ങുകയും ചെയ്തൊരു സാഹചര്യം മുന്നിൽ വന്നു. അതിന് തുർക്കിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായി. അതായത് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇറാനൊപ്പം ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിച്ചത് തുർക്കിയാണ്. തുർക്കിയും ഇറാനും നേതൃത്വം നൽകുന്ന ഒരു അച്ചുതണ്ട് അല്ലെങ്കിൽ ഒരു ചേരി അവിടെ സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഇതോടെ ട്രംപും നെതന്യാഹുവും അവരുടെ മനസ്സിൽ ഉടലെടുത്തു. മാത്രമല്ല UN വേദിയിലും തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗന്റെ പ്രസംഗം വൈകാരികവും പാകവുമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരുന്നു. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതും UN വേദിയിൽ നമ്മൾ കണ്ടു. തുടർന്നാണ് പെട്ടെന്ന് തന്നെ മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കളെ ട്രംപ് കണ്ടതും ഇപ്പോഴത്തെ പദ്ധതിയെക്കുറിച്ച് അന്ന് വിശദീകരിച്ചതും. പക്ഷേ പിന്നീടും UN വിമർശനങ്ങൾ, ഈ അറബ് രാജ്യങ്ങളുടെ, മാത്രമല്ല പലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ വിമർശനങ്ങൾ തുടർന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ മറുഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ലോകം കണ്ടു. സെപ്റ്റംബർ 12 UN പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ ന്യൂയോർക്ക് ഡിക്ലറേഷൻ എന്ന പലസ്തീൻ ഇസ്രയേൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചത് ആകെയുള്ള 193 രാജ്യങ്ങളിൽ 142 രാജ്യങ്ങളാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തെ പുതിയതായി അംഗീകരിച്ച് UN പ്രഖ്യാപനം നടത്തിയത് ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ അങ്ങനെ തുടങ്ങി വൻ ശക്തികൾ അടക്കമുള്ള 11 രാജ്യങ്ങളാണ്. ഒപ്പം ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേൽ പിന്തുണയുടെ കാര്യത്തിൽ നിലപാട് മാറ്റുകയും ചെയ്തു. അത് മെലോനി UN പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒപ്പം UN വേദിയിൽ നെതന്യാഹുവിന് നേരിട്ട കൂകിവിളി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഉണ്ടായ ബഹിഷ്കരണം, ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ഒരു കടുത്ത ഒറ്റപ്പെടലിലേക്ക് നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന കാരണങ്ങളായി മാറി. സംഗതി പന്തിയല്ല എന്ന് മനസ്സിലാക്കി ട്രംപ് ഇതോടെ ഗാസ സമാധാന കരാറുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നുള്ള ഒരു പൊതുവിലയിരുത്തലാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ചർച്ച നടത്തിയതും പെട്ടെന്ന് തന്നെ സംയുക്ത പ്രഖ്യാപനം നടത്തിയതും, അതായത് ട്രംപും നെതന്യാഹുവും ഒരുമിച്ച് കൂടി ഒരു സംയുക്ത പ്രഖ്യാപനം നടത്തിയതും എല്ലാം ഈ പെട്ടെന്ന് UN ഉണ്ടായ കടുത്ത വിമർശനം, ഒപ്പം അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒത്തൊരുമ, മാത്രമല്ല തുർക്കി താരതമ്യേന വലിയ രീതിയിലൊരു ശബ്ദം ഉയർത്തിയത്, ഒപ്പം ഇറാന്റെ സ്വാധീനം അറബ് മേഖലയിൽ കൂടി വരുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ നെതന്യാഹു ട്രംപ് ചർച്ചക്കിടയിൽ ഉണ്ടായി. നെതന്യാഹു ഖത്തറിന്റെ അമീറിനെ നേരിട്ട് വിളിച്ച് മാപ്പ് പറഞ്ഞു. അതായത് അറബ് രാജ്യങ്ങൾ പിണങ്ങി നിന്നാലുള്ള ട്രംപിന്റെ ബിസിനസ് തിരിച്ചടി അതിന് കാരണമായി. അതായത് ഈ ബിസിനസ് തിരിച്ചടി വരും എന്നുള്ള കാര്യം നെതന്യാഹുവിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് നെതന്യാഹു ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഖത്തർ അമീറിനെ വിളിച്ച് മാപ്പ് പറഞ്ഞത് എന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഈ അറബ് രാജ്യങ്ങളിൽ ട്രംപിന് നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ ഉള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാണണം. മാത്രമല്ല ഇസ്രയേൽ ഒറ്റപ്പെടുന്ന സാഹചര്യം, അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരുമ, റഷ്യയും ചൈനയും മുതലെടുക്കുമോ എന്നുള്ള ഭയവും ട്രംപിനുണ്ട്. പ്രത്യേകിച്ച് ചൈന റഷ്യ ചേരിയിലേക്ക് ഇറാൻ കൂടുതലായി ഒരു അടുത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഒപ്പം ഉത്തര കൊറിയ കൂടി വന്നു, ഇന്ത്യ ആ ചേരിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം, പാകിസ്ഥാനും ആ ചേരിയിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യം. അങ്ങനെ മറ്റൊരു ചേരി ലോകക്രമത്തിൽ രൂപപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം, അതെല്ലാം ഈ ഗാസ സമാധാന കരാറിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു പൊതുവിലയിരുത്തലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ നയതന്ത്ര രംഗത്തും മറ്റ് ഈ മാധ്യമപ്രവർത്തകർക്കുമിടയിൽ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ. എന്തായാലും ട്രംപും നെതന്യാഹുവും നിൽക്കക്കള്ളി ഇല്ലാതെ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് നിലവിലെ ഗാസ സമാധാന പദ്ധതി എന്ന് പല കാരണങ്ങൾ കൊണ്ടും വ്യക്തമാണ്. അപ്പോഴും ട്രംപിന്റെ 20 നിർദ്ദേശങ്ങളിലും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ വ്യക്തമായി അല്ലെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും. അതെല്ലാം ഇസ്രയേലിന്റെ ആധിപത്യത്തിന് അനുകൂലമായ നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കുമോ എന്നതാണ് ഇനി നിർണായകമായിട്ടുള്ള കാര്യം. ഖത്തറിന്റെ സമ്മർദ്ദത്തിലൂടെ ഹമാസ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ അവർ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്താകും ഈ ഗാസയിലെ നിലവിലത്തെ സാഹചര്യം, ഒപ്പം ഈ ട്രംപ് വെച്ച സമാധാന കരാറിനോടുള്ള
ഹമാസിൻ്റെ പ്രതികരണം, ഖത്തറിൻ്റെ സമ്മർദ്ദം ഹമാസിൽ പ്രതിഫലിക്കുമോ എന്നെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു നിലവിലെ സ്ഥിതി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ നിങ്ങൾക്ക് അംഗമാകാം. നന്ദി, നമസ്കാരം.